പതിവ് പോലെ കുറച്ച് സ്നിപ്പറ്റ്സ് പഠിക്കാം. നമുക്കിപ്പോ ഒരാള് സഹായം ചെയ്തു തന്നാല് താങ്ക്സ് എന്ന് പറയുന്നത് ശരിയല്ല. താങ്ക്സ്, ഒരാൾ സഹായം ചെയ്യുന്ന താങ്ക്സ് എന്ന് പറയുന്നത് ശരിയല്ല. സംഗതി പറഞ്ഞത് വളരെ ശരിയാണ്. താങ്ക്സ് എന്ന വാക്ക് റൂഡാണ്. അതിലൊരു മര്യാദകളുണ്ട്, ഒരു അഭംഗി ഉണ്ട് അതിനകത്ത്. അതായത് താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വേണം പറയാൻ. അതുപോലെ തന്നെ ഒരു വലിയ അത്യഗാധമായ ഒരു ഉപകാരം ഒരാൾ ചെയ്തു തന്നാൽ, ഉദാഹരണത്തിന് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു നായ്ക്കുട്ടീനെ കൊണ്ടുപോവാണ്, ചെറിയൊരു ഓമന നായ്ക്കുട്ടീനെ, പെറ്റ് നായ്ക്കുട്ടീനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് നമ്മളെ കയ്യിൽ നിന്ന് വഴുതി വീണ് ഓടി ചാടി റെയിലിലേക്ക് വീണു പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഉടനെ അത് കണ്ട് ഒരാള് യാത്രക്കാരൻ തന്നെ അത് ചാടി എടുത്ത് അതിന്റെ ആ 2 കമ്പാർട്ട്മെന്റിൽ കൂടി ചാടി അതിനെ എടുത്ത് നമ്മളെ കയ്യിൽ തരികയാണ്. നമ്മളെ ജീവനാണ് പോയത്. അത് തരുന്ന സമയത്ത് താങ്ക്സ് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയാൻ പാടില്ല. ആ സമയത്ത് പറയേണ്ടത് ഐ റിസർവ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഐ റിസർവ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയേണ്ടത്. അതായത് പിന്നെന്താ ചോദിക്കുന്നത്? മരിച്ചാൽ വിവരം അറിയിക്കുന്നത്. മരിച്ചു എന്നുള്ളതിന് ഒരുപാട് വാക്കുണ്ട്. ഡൈഡ് എന്ന് മാത്രമല്ല, ഒരുപാട് വാക്കുണ്ട്. പാസ്റ്റ് അവേ കേട്ടില്ലേ? പാസ്റ്റ് അവേ, നോ മോർ. ഇപ്പൊ പാർവതിയാണ് മരിച്ചെങ്കിൽ പാർവതി ഇസ് നോ മോർ, അല്ലെങ്കിൽ ഭാസ്കരൻ എക്സ്പയർഡ്, അങ്ങനെ പറയാം. മരിച്ചതിന് മറ്റ് വാക്കുകൾ ഡിപ്പാർട്ടഡ്. പിന്നെ മറ്റൊരു വാക്കുണ്ട് ഹീറോയിക് ഡെത്ത്. അതെല്ലാവർക്കും ഉപയോഗിക്കില്ല. ഹീറോയിക് ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് സോൾജേഴ്സിന് മാത്രം. പട്ടാളക്കാരൻ മരിച്ചാൽ ഹീറോയിക് ഡെത്ത് എന്ന് പറയും. മലയാളത്തിൽ വീരമൃത്യു എന്നാണ് അതിന് പറയും. അതുപോലെ മറ്റൊരു വാക്കാണ് ഡിമൈസ്. പ്രശസ്തിയുള്ള, വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു വലിയ സർക്കാർ സ്ഥാപനത്തിന്റെ MD, ഒരു ജില്ലാ കളക്ടർ തുടങ്ങിയ ആൾക്കാരൊക്കെ, ഉന്നത വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ഡിമൈസ് എന്ന് പറയും. സാഡ് ഡിമൈസ്. സാധാരണക്കാരൻ മരിച്ച സാധാരണ അങ്ങനെ പറയാറില്ല. അതെ, നോ മോർ, പാസ്റ്റ് അവേ, അങ്ങനെ തുടങ്ങിയുള്ള വാക്കുകളൊക്കെ പറയും. പിന്നെ ഇനി എന്താ ചോദിക്കുന്നത്? എന്റെ അമ്മ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു, അതെങ്ങനെ പറയാ? ആയി ജോലി ചെയ്യുന്നു. അതിലൊരു ആയി എന്ന വാക്കില്ലേ? മൈ മദർ വർക്കിംഗ് ആസ് എ സ്കൂൾ ടീച്ചർ. ഐ എം വർക്കിംഗ് ആസ് എ സ്കൂൾ ടീച്ചർ. ഐ എം വർക്കിംഗ് ആസ് എ ഹോസ്പിറ്റൽ നഴ്സ്.